നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, എന്നോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആ സൃഷ്ടാവാം ദൈവം ശരിക്കും എന്താണ്? എന്നോട് പല വ്യക്തികളും എന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നത് പോലെ പ്രാർത്ഥിച്ചു നോക്കുന്നുണ്ട്, അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒന്നും അങ്ങോട്ട് പൂർണ്ണമായി മാറുന്നില്ല, ഒരു ചെറിയ അനക്കം പോലും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലരും എന്നോട് തിരിച്ചു വിളിക്കാറുണ്ട്, ഇപ്പൊ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചത്, എന്താണ് ശരിക്കും ഒന്നും സംഭവിക്കാത്തത്? പലർക്കും അതൊന്നും വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് പറയുന്നല്ലോ. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞത്, ഇവർക്ക് ആർക്കും ആ വിശ്വാസം ആ ഒരു ലെവലിലേക്ക് ഉയർന്നു വരുന്നില്ല. ദൈവം എന്ന് പറയുന്ന ആ അദൃശ്യ ശക്തി അതിനെക്കാട്ടും കൂടുതൽ മനുഷ്യരെ പരീക്ഷിച്ചിട്ട് കാര്യങ്ങൾ ഓക്കെ ആക്കുള്ളൂ. കാരണം നമ്മൾ ഹൈന്ദവത്തിലൊക്കെ പറയുന്നത് പോലെ ആ മഹാദേവൻ എന്നൊക്കെ പറയുന്ന അപ്പുറത്തന്നെ പ്രസാദിക്കില്ല, പതുക്കെ പതുക്കെ പ്രസാദിക്കുകയുള്ളൂ. അപ്പോ പതുക്കെ പതുക്കെ പ്രസാദിക്കുന്നത് കാരണം നമ്മുടെ ആ റിസൾട്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഫലം പതുക്കെ പതുക്കെ കിട്ടുകയുള്ളൂ. പെട്ടെന്നൊരു റിസൾട്ട് വേണമെങ്കിൽ നമ്മൾ അത്ര പെട്ടെന്ന് നമ്മളുടെ മനസ്സ് മാറണം, നമ്മുടെ പ്രവൃത്തിയല്ല മാറേണ്ടത്. ഇപ്പൊ ഇന്നലെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ധ്യാനം അല്ലെങ്കിൽ ആ ഗുരുവിന്റെ അത് ഇന്ന് ഞാൻ 2 ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ് ചെയ്താലും മനസ്സങ്ങോട്ട് മാറൂല. മനസ്സിലെപ്പോഴും ഒരു സംശയത്തിന്റെ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. ആ സംശയം കിടക്കുന്ന കാലത്തോളം ദൈവം വെയിറ്റ് ചെയ്യും. കാരണം പല വ്യക്തികളും അവരുടെ കാര്യം സാധിക്കാനും അവരുടെ വിഷയങ്ങൾ പെട്ടെന്ന് സോൾവ് ആവാനും വേണ്ടിയിട്ടുള്ള ഒരു താൽക്കാലിക കാര്യങ്ങളായിട്ടാണ്, അല്ല താൽക്കാലിക പ്രാർത്ഥനയായിട്ടാണ് എന്റെ രീതി നോക്കുന്നത് എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ നോക്കുന്ന വ്യക്തിക്ക് ദൈവം പ്രവർത്തിക്കില്ല. ദൈവം പ്രസാദിക്കുന്നത് നന്മ തിന്മകളൊക്കെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന്റെ അറിവൊക്കെ കിട്ടിയതിന് ശേഷം ഈ വ്യക്തി ആ ജീവിതത്തിൽ എങ്ങനെ ചേഞ്ച് ആകുന്നു, എന്തൊക്കെ മാറി ചിന്തിക്കുന്നു, എങ്ങനെയാണ് മാറ്റം വന്നിരിക്കുന്നതെന്ന് നല്ല രീതിയിൽ നോക്കിയേ അതിനുള്ള ഫലം തരികയുള്ളൂ. അപ്പൊ പെട്ടെന്നൊരു, ഞാൻ ആദ്യമേ പറഞ്ഞു, പെട്ടെന്നൊരു അത്ഭുതം അല്ല, അങ്ങനെ ഇനി ആരും പ്രതീക്ഷിക്കേണ്ട. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഇല്ല. കാര്യം അത്രയും തിന്മ പെരിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ എത്ര കയറി വന്നാലും അതനുസരിച്ച് കുറച്ചേ നമ്മളിലുള്ള തിന്മ പുറകോട്ട് പോവുള്ളൂ. അപ്പൊ ഇത് ദൈവം വാച്ച് ചെയ്യുന്നുണ്ട്, എത്ര തന്നെ കയറുന്നു. അപ്പം കയറുന്ന വ്യക്തികളിലേക്ക് ദൈവം ഹാപ്പിയാണ്. പക്ഷേ ഈ റൂട്ടിൽ വന്ന് ഈ നിൽക്കുന്ന വ്യക്തികൾ ഇനി കൂടുതൽ കുഴിയിലോട്ട് വീഴൂല, അത് ഗ്യാരണ്ടി. ഈ ലെവലിൽ തന്നെ ഒന്നുകിൽ തുടരും, ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ മുകളിലോട്ട് വരും. അല്ലാതെ വേറെ കുഴിയിലോട്ട് പോകില്ല. പോണമെങ്കിൽ ആ വ്യക്തി തിരിച്ച് ആ പഴയ പോലെയൊക്കെ തന്നെ ജീവിച്ച് ഇതിലൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് മാറിപ്പോണം. തുടർന്ന് ആ ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന വ്യക്തിക്ക് ഇനി വേറൊരു പടുകുഴിയിലോട്ട് ഇനി പോകില്ല. പക്ഷെ കയറി വരുന്നത് അവരവരുടെ രീതി അനുസരിച്ചായിരിക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു പടി വിശ്വാസം, ആ ദൈവത്തിലുള്ള വിശ്വാസം വേണം. പക്ഷെ പലർക്കും അതില്ല. ചുമ്മാ ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ പോകുന്നതല്ലാതെ ആ ഒരു ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ജ്ഞാനം പലർക്കും അങ്ങോട്ട് ഇല്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിന് ആ ഒരു ബലം വരാത്തത്. ശരിക്കും എന്നോട് സംസാരിക്കുന്ന ദൈവം ഈ പ്രപഞ്ചം മൊത്തം ആ ദൈവത്തിന്റെ മനസ്സാകുന്ന ആ ഒരു സാങ്കല്പിക രീതിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ഈ ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തെ കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. അപ്പൊ ഈ ദൈവത്തിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ദൈവത്തിന്റെ വലിപ്പത്തെ കുറിച്ചൊന്നും ആർക്കും ഒരു ഇതില്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ വലിപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളെ ഈ ഭൂമിയുടെ വലിപ്പം ഏതാണ്ട് അറിയാമല്ലോ. ഈ ഭൂമിയിലുള്ള നമ്മളെ കടൽ, അതിന്റെ ആഴത്തിന്റെ, കടലിന്റെ അടിവശത്തിന്റെ അടിഭാഗത്തിന്റെ ഒരു 5% പോലും ഇത്രയും ടെക്നോളജി വികസിച്ച മനുഷ്യൻ 5% കൂടുതൽ കണ്ടുപിടിച്ചിട്ടില്ല. ബാക്കി 95% സമുദ്രത്തിന്റെ അടിയിൽ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അത്രയാണ് നമ്മുടെ ഇപ്പോഴത്തെ സയൻസ് ടെക്നോളജിയിലെ വളർച്ച. അപ്പോ ആ ഭൂമിയിൽ നിന്നും എത്രയോ കോടി വർഷം നമ്മുടെ ഇപ്പോഴത്തെ ടെക്നോളജിയിലെ ഏറ്റവും വേഗതയുള്ള ഒരു വാഹനത്തിൽ സഞ്ചരിച്ചാലേ ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു കുറച്ച് ദൂരമെങ്കിലും പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു മനുഷ്യൻ എത്രയോ കോടി വർഷം സഞ്ചരിക്കണം. അപ്പം ഒരു ശകലം കുറച്ച് ദൂരം എത്തും. എന്നാലും പ്രപഞ്ചത്തിന്റെ പകുതി പോലും ചിലപ്പോൾ എത്തൂല. അത്രയും വിശാലമായി കിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ കോടാനി നമ്മുടെ ആ സൂര്യന്മാരെക്കാട്ടിലും അതിഭയങ്കരമായ വലിപ്പങ്ങളുള്ള സൂര്യന്മാരും ഒക്കെ ഉള്ള ഈ ഭയങ്കരമായി നിൽക്കുന്ന പ്രപഞ്ചത്തെ മൊത്തം ബാലൻസ് ചെയ്ത് അതിനതാ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നോക്കി തമ്മിൽ കൂട്ടിയിടിക്കാതെ, ഗ്രഹങ്ങൾ തന്നെ കൂട്ടിയിടിക്കും എന്ന രീതിയിൽ വരുമ്പോൾ ഗ്രഹത്തെ കറങ്ങാതെ അവിടെ തന്നെ നിർത്തി കുറച്ച് പുറകോട്ടാക്കി പിന്നെയും കറക്കി, ഇങ്ങനെയൊക്കെ ഭയങ്കരമായ രീതിയിൽ അത്ഭുതങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന, അത് നമ്മുടെ സൂര്യന്റെയൊക്കെ ചൂടെന്ന് പറഞ്ഞാൽ നമ്മള് ഈ
ഇരുമ്പൊക്കെ ഉരുവാൻ വേണ്ടിയിട്ട് 2000-3000 ഡിഗ്രി പഴുത്താൽ മതി. പക്ഷെ ലക്ഷക്കണക്കിന് ഡിഗ്രി, കോടിക്കണക്കിന് ഡിഗ്രി പഴുത്ത സാധനങ്ങളാണ് നമ്മളെ സൂര്യനെ പോലുള്ള മറ്റു സൂര്യനിലൊക്കെ ഉരുവി കിടക്കുന്നത്. അപ്പൊ ആ ചൂടൊന്നും നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അത്ര കണ്ട് ഇതെല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആ അദൃശ്യമായ ആ മനസ്സ്, ആ ശക്തിയാണ് ദൈവം. ആ ദൈവത്തിന് ഈ വെറും ഒരു കൃമീരത്ര പോലും വലിപ്പമല്ലേ പ്രപഞ്ചത്തിലെ ഈ ഭൂമിക്ക്. ആ ഭൂമിക്ക് അകത്തിരിക്കുന്ന സൂക്ഷ്മാണുക്കളായ മനുഷ്യരെയായിട്ടാണ് ശരിക്കും ദൈവം പറയുന്നത്. അവരുടെ ഒരു ചെറിയ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗം, ഇതൊക്കെ മാറ്റിത്തരാൻ ശരിക്കും ദൈവമൊന്നും വേണ്ട. ആ ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു ചെറിയ പോസിറ്റീവ് ശക്തി വിചാരിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവത്തിൽ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടിയാല്, മെയിൻ സെർവറിൽ നിന്ന് ആ ഇൻഫർമേഷൻ കിട്ടിയാല് ഈ ചെറിയ ശക്തിക്കാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ദൈവം ഭൂമിയിൽ മനുഷ്യന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്ന സകലമാന പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഭൂമിയിലുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് നടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം ഈ ശക്തികൾ കറക്റ്റ് ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന് മാത്രമാണ് ഈ പ്രശ്നങ്ങളും വിഷയങ്ങളുമായിട്ട് കിടക്കുന്നതിന്റെ കാരണം മനുഷ്യനെ മാത്രമാണ് സ്വതന്ത്ര ചിന്ത കൊടുത്ത് ദൈവം ഭൂമിയിൽ അയച്ചിരിക്കുന്നത്. അപ്പൊ സ്വതന്ത്ര ചിന്തയിൽ അവൻ എങ്ങനെ പോകുന്നു, അവൻ എന്ത് തിരഞ്ഞെടുക്കുന്നു, അവൻ എങ്ങനെ ജീവിക്കുന്നു, ഇതൊക്കെ നോക്കിയേ അവന്റെ കാര്യം ക്ലിയർ ആവുള്ളൂ. പക്ഷെ നമ്മൾ പലരും നമ്മുടെ ഭാഗത്ത് ഒരുപാട് തെറ്റി നിൽക്കുന്നത് കൊണ്ടാണ്. കാരണം നമ്മുടെ മനസ്സാണ് തെറ്റി നിൽക്കുന്നത്, നല്ല നമ്മുടെ പ്രവൃത്തി മാത്രമല്ല, മനസ്സും ഒക്കെ തെറ്റി നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും ദൈവത്തിൽ നിന്നുള്ള ആ എനർജീസ് നമുക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കാത്തതിന്റെ കാരണം നമ്മളെ വാച്ച് ചെയ്ത് പരീക്ഷിച്ച് നമ്മളെ തന്നെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ കഷ്ടങ്ങളും വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്തോറും നമ്മൾ തന്നെയാണ് അതിലൂടെ പലതും പഠിക്കുന്നത്. ഉദാഹരണത്തിന് കടം കയറിയുന്ന ഒരു വ്യക്തി കടബാധ്യത കയറി, അപ്പൊ ആകെ വിഷമിച്ചും പ്രശ്നമൊന്നും കരഞ്ഞും വിളിച്ചും അവസാനം എങ്ങനെയെങ്കിലും കട എവിടെയെന്നെങ്കിലും വീടുകയോ അല്ലെങ്കിൽ വീടും വസ്തു എല്ലാം വിറ്റ് പറക്കി ആ കടമൊക്കെ തീർക്കുകയോ ചെയ്താൽ ആ വ്യക്തി ഇനി അത്യാഗ്രഹ മുഖത്ത് ഇപ്പൊ വലിയ ബിസിനസ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് എവിടെന്നെങ്കിലും ഇനി കടം മറിച്ചുകൊണ്ട് ഈ പരിപാടി ചെയ്യുമോ? ചെയ്യില്ല. അപ്പം ഇത്രയും കഷ്ടങ്ങൾ വിഷയങ്ങളിലൂടെ ആ വ്യക്തി ശരിക്കും ഒരു കാര്യം പഠിച്ചു. കഞ്ഞിയെങ്കിൽ കഞ്ഞി, എന്തെങ്കിലും തിന്നും കുടിച്ച് ഒരിടത്ത് നമ്മൾ പറ്റുന്ന ലെവലിൽ ജീവിക്കുക. അതിനപ്പുറത്തോട്ട് അതിമോഹത്താലൊന്നും ഒന്നിനും പോകരുത്. ഞാൻ പറയുന്ന മിക്ക ആൾക്കാരും ഇങ്ങനെ അതിമോഹം, ഇപ്പൊ പണം കിട്ടും പറഞ്ഞ് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ മറ്റേ ഷെയർ മാർക്കറ്റ് ഇതിലൊക്കെ ഇട്ട് ആകെ പെട്ട് ദരിദ്രപ്പെട്ടൊക്കെ വിളിക്കുന്നുണ്ട്. കാരണം അവരെന്തിനാണ് ഇതിൽ കൊണ്ടിട്ടത്? ഇപ്പൊ എന്നെ ഇപ്പൊ ദൈവം പോലെ 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ തന്നാൽ ഞാൻ ഉടനെ അതിനെ 20 ആക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇവരെ കയ്യിൽ കൊണ്ട് ഇടൂല. ഞാൻ ആ കാശില് എവിടെയെങ്കിലും ബാങ്കിൽ വരെ ഇട്ടിട്ട് എന്നെ കൊണ്ട് പറ്റുന്നത് ലാഭം കിട്ടുന്ന ഉറപ്പുള്ള ചെറിയ വല്ല കാര്യങ്ങളെ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ ഇപ്പം വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോഴേക്കും 10 ലക്ഷമാക്കി ഇപ്പോൾ തരും എന്ന് പറയാൻ ഞാൻ കൊണ്ട് കൊടുക്കൂല. അപ്പം ഇതൊക്കെ കൊടുക്കുന്നതിന്റെ കാരണം നമ്മുടെ മനസ്സ് അത്രയും ദൈവത്തിന്റെ രീതിയിലേക്ക് വളർന്നു വരാത്തതുകൊണ്ടാണ്. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ഇങ്ങനെ ചുമ്മാ പൈസ കിട്ടും അല്ലെങ്കിൽ ഇരട്ടി ഇപ്പൊ കിട്ടും പറഞ്ഞ് ഓടിയാന്റെ പിറകെ ഓടുന്നതൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെയും അതിന്റെയൊക്കെ തെറ്റ് കാരണമാണ് നമുക്ക് ഈ കഷ്ടങ്ങൾ വിഷയങ്ങൾ വരുന്നത്. അപ്പൊ ഈ കഷ്ട വിഷയം വരുന്നതിലൂടെ നമ്മളെ ദൈവം പഠിപ്പിക്കുന്നതാണ്. അപ്പൊ ഇതൊന്ന് മാറ്റിത്തരാൻ ദൈവത്തിന് ശക്തിയില്ലാത്തതുകൊണ്ടൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ വലിപ്പം യാതൊരു മനസ്സിലായല്ലോ. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഒരു പോസിറ്റീവ് ശക്തി നമ്മളിൽ നന്നായി ക്ലിയർ ആവുന്നതേ ഉള്ളൂ. പക്ഷെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ അതിനെക്കാട്ടി വലിയ നെഗറ്റീവ്സിനെ മനുഷ്യന്റെ തെറ്റായ ജീവിതവും തെറ്റായ ചിന്ത കാരണം മനുഷ്യൻ തന്നെ വലിച്ചേറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ ഇത് മനുഷ്യൻ വലിച്ചു കയറ്റിയത് മനുഷ്യൻ തന്നെ പുറത്താക്കണം. ചില പാരമ്പര്യമായിട്ട് വന്നതായിരിക്കാം. പാരമ്പര്യമാണെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത്. അപ്പം ഈ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഇവന് അവന്റെ അച്ഛനമ്മമാർ വഴി വന്നതിനെ മാറ്റാനുള്ള കടമ ഇപ്പൊ ഇവനുണ്ട്. ഇവനില്ലെങ്കിൽ അവന്റെ അടുത്ത പാരമ്പര്യത്തിൽ ഇതിനെക്കാട്ടി ശക്തമായി കയറും. അപ്പൊ അത് അവൻ തിരിച്ചറിഞ്ഞ് അവൻ ക്ലിയർ ആവണം. ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ആര് എവിടെ നിന്നാലും ആ വ്യക്തി അപ്പോൾ തന്നെ ആ ദൈവത്തിന്റെ രീതി അനുസരിച്ച് അവന്റെ മനസ്സൊക്കെ മാറി ക്ലിയറായി വരുമെങ്കിൽ അവൻ അപ്പോൾ തന്നെ ആ ജന്മത്തിൽ തന്നെ അവൻ പോസിറ്റീവ് വന്ന് പിന്നെ അവനും മോക്ഷത്തിലെത്തും, അവന്റെ തലമുറയും രക്ഷപ്പെടും. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ് ഇനി ഞാൻ ചില ദിവസങ്ങളിലേക്ക് അങ്ങോട്ട് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, ദൈവത്തിന്റെ ശരികൾ എന്താണ്, അതനുസരിച്ച് നമുക്ക് ജീവിക്കാനാണ്. പക്ഷെ ഞാൻ പറയുന്നുണ്ട്, പല കാര്യത്തിലും നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം തെറ്റി നിങ്ങൾ കുരുങ്ങി കിടപ്പുണ്ട്. പക്ഷെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളുണ്ട്. പക്ഷെ നിങ്ങൾ കുരുങ്ങി കിടക്കുന്നത് പലതും തെറ്റിപ്പോയതുകൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ പ്രശ്നം കൊണ്ടും അല്ല നമ്മുടെ മാതാപിതാക്കളുടെ പ്രശ്നം കൊണ്ടുമാണ് നമ്മളിപ്പോ ആകെ പ്രശ്നമായി നിൽക്കുന്നത്. ഇതിൽ നിന്ന് ദൈവം രക്ഷിക്കും. ഇതില് ഒന്നാമതായ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്, ഇപ്പൊ എന്നോട് ഇടപെടുന്ന ആ ദൈവത്തിന്റെ ഇഷ്ടം, ഒരു മതത്തിലും ആരും അടിമപ്പെടരുത്. ഞാൻ പലതിലും പറയുന്നതാണ്. അപ്പൊ ചിലർ പറയും എനിക്ക് എല്ലാ മതത്തിലും അല്ലെങ്കിൽ വിശ്വാസമുണ്ട്, എല്ലാം ഒന്നാണ്, എല്ലാം ശരിയാണ്. ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു സഹോദര, അതൊക്കെ എനിക്കും പണ്ടേ ഞാനും അങ്ങനെയാണ്. ആയിക്കോട്ടെ.
പിന്നെ എന്തിനാണ് ഈ ഹിന്ദുമതം മാത്രം പറയുന്നത്? അങ്ങനെ എല്ലാ മതത്തിലും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മതത്തിലും പോയി അന്വേഷിച്ച് എല്ലാ മതത്തിലെ കാര്യങ്ങൾ പഠിക്കണം. കാരണം എല്ലാ മതത്തിലും ആ മത സ്ഥാപകൻ അല്ലെങ്കിൽ ആ വന്ന വ്യക്തി നമ്മളെ ഞാൻ പറയുന്ന ദൈവത്തെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയിലൂടെ ദൈവം എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ഈ വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തു, ആ വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുത്തെല്ലാം ഒന്നാണോ, അത് എന്തെങ്കിലും വ്യത്യാസമായി എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് ഇതെല്ലാം കണ്ടെത്തുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം അംഗീകരിക്കുന്ന വ്യക്തിയായി മാറുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നുകൊണ്ട് ആ മതം മാത്രം പഠിച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി, അംഗീകരിച്ചെങ്കിൽ മറ്റേ പുള്ളി പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് നബി പറഞ്ഞ ഒരു 10 കാര്യങ്ങൾ പറയാം. എന്തൊക്കെയാണ് നബി പറഞ്ഞ മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നബി പറഞ്ഞ ഒരു 5-10 കാര്യങ്ങൾ പറയണം. അതേപോലെ യേശു മറ്റൊരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 5-10 കാര്യങ്ങൾ പറയണം. ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ പറയണം. ഇങ്ങനെ ശ്രീനാരായണ ഗുരു പറഞ്ഞതിലുണ്ടെങ്കിൽ അത് പറഞ്ഞത് പറയണം. ഇങ്ങനെ പല വ്യക്തികളും എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വ്യത്യാസം പറഞ്ഞിട്ടുണ്ടോ, ഇത് ആദ്യം പോയി കണ്ടുപിടിക്കണം. ഇതിന് ദൈവം തന്നെ ഒരിടത്തും പോകാൻ പറഞ്ഞില്ല. അമ്പലത്തിൽ ഒക്കെ പോകുന്ന ആൾക്കാർ ഒരു കുഴപ്പമില്ലാത്ത അമ്പലത്തിൽ പോകണം. അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി അവർ പറയുന്നത് കേൾക്കണം. ഇങ്ങനെയുള്ള ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോയി അവിടെ പോയി ചുമ്മാ ഇരിക്കണം. പിന്നെ മുസ്ലിംസിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ പോയിരുന്ന് അത് കേൾക്കണം. ഇങ്ങനെ ശരിക്കും ദൈവത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം, നമ്മളെല്ലാം അംഗീകരിക്കുന്നവരാണെന്ന് കാണിച്ചു കൊടുക്കണം. അല്ലാതെ ഞാൻ അംഗീകരിക്കും, മുസ്ലിംസ് ചില വിളിക്കാറുണ്ട് എനിക്ക് എല്ലാം അംഗീകാരമുണ്ട്, അതൊക്കെ അംഗീകാരമുണ്ട്. ശരിക്കും മുസ്ലിംകാരൻ അമ്പലത്തിൽ പോയി നിന്ന് നോക്കിയിട്ടുണ്ട് എന്താണ് അവിടെ നടക്കണേന്ന്? അപ്പൊ പോയി നിന്ന് നോക്കണം. കാരണം എല്ലാ അമ്പലത്തിൽ നിന്നും ആർക്കും കയറിക്കൂടാ എന്നൊന്നും പറഞ്ഞ് ഒരിടത്തും ബോർഡൊന്നും വെച്ചിട്ടില്ല. എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ പോകണം. അവിടെ ചെന്ന് ആ വിഗ്രഹത്തെ കാരണം അതിലൊരു ചൈതന്യം ഉണ്ടെന്ന് മാനിച്ച് അവിടെ കുറച്ചു നേരം നിൽക്കണം. അതിനെന്ത് കുഴപ്പം? ഇങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് പറ്റാവുന്ന ലെവലിലെല്ലാം എല്ലാത്തിനെയും ഉൾക്കൊള്ളുകയും എല്ലാത്തിനെയും അനുസരിക്കുകയും ചെയ്തെന്ന് കാണിച്ചു നോക്ക്. വീട്ടിൽ നിന്നിപ്പോ ബുദ്ധിമുട്ടാണ്, അല്ല ആൾക്കാരെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ചമ്മലും അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന ഉള്ളവർ മൊബൈൽ ഉണ്ടല്ലോ, വാട്സപ്പ് ഉണ്ടല്ലോ, ഫേസ്ബുക്ക് ഒക്കെ ഉണ്ടല്ലോ. അതിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ അന്വേഷിക്കുകയും അതൊക്കെ അവർ പറയുന്നത് എന്താണെന്നൊക്കെ തിരിച്ചറിയുകയും ചെയ്യണം. അപ്പൊ നമുക്ക് തോന്നും നമുക്ക് തെറ്റിപ്പോകുമെന്ന് തോന്നും. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രഭാഷണങ്ങളോ പ്രസംഗങ്ങളോ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്ന് മനസ്സ് തന്നെ പറയും ഇതങ്ങോട്ട് ശരിയാകുന്നില്ലോ, എന്തോ അങ്ങോട്ട് അപ്പൊ അയാളുടെ കളയണം, എന്നിട്ട് വേറൊരാളുടെ കേൾക്കണം. ഇങ്ങനെ ഒരു മതത്തിൽ തന്നെ പല വ്യക്തികളും പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. ഇത് പലതും പോയി കേൾക്കണം. കേൾക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് നമുക്ക് സംശയങ്ങൾ വരും. ആ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കും. അപ്പൊ എനിക്ക് പറഞ്ഞു തന്നാൽ എനിക്ക് വന്നിട്ടുണ്ടല്ലോ ആ സംശയം. അപ്പൊ എനിക്കെന്ത് കിട്ടി അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അന്വേഷിക്കേണ്ടതാര്? നിങ്ങള്. അപ്പൊ നിങ്ങളെങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ സൃഷ്ടാവ ദൈവത്തിന് 100% ബോധ്യം വരുള്ളൂ. അവന്റെ മനസ്സ് മാറി അത് തെളിയിച്ചും കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ വരും. അപ്പൊ നമ്മുടെ ആ സൃഷ്ടാവായ ദൈവം, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രധാന കാര്യമാണ് എല്ലാരെയും അംഗീകരിക്കുക, എല്ലാ മതങ്ങളെയും അംഗീകരിക്കുക. കാരണം ഇവരിലൂടെ എല്ലാം ആ ദൈവം തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഓരോ കാലഘട്ടത്തെ ഭൂമിയിൽ നിന്ന് സംസാരിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ വ്യക്തി അവിടത്തേക്ക് വേണ്ടിയിട്ടാണ്, ഈ വ്യക്തി ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയരുത്. കാരണം എവിടത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പൊ എല്ലായിടത്തും ആയല്ലോ. ഇപ്പൊ ദൈവം തന്നെയാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭൂമി മൊത്തം ആക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്, നമ്മളെ ഭാഷയിലും ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം കേൾക്കുക. എത്രത്തോളം കേൾക്കുകയോ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുകയോ അപ്പൊ അതിലൂടെ എത്രത്തോളം നമുക്ക് സംശയങ്ങൾ വരുന്നോ അതനുസരിച്ചാണ് നമ്മൾ ആത്മാവിന് ബലം വരുന്നതും ആത്മാവ് വളരുകയും ചെയ്യുന്നത്. ആത്മാവിനെ വളർത്തിയും ബലപ്പെടുത്തിയിട്ടും വേണം നമ്മൾ അടുത്ത ധ്യാനത്തിലോട്ട് പോകാൻ, മെഡിറ്റേഷനിലോട്ട് പോകാൻ. അപ്പൊ ആദ്യപടി നമ്മൾ ആത്മാവിനെ നമ്മൾ ബലപ്പെടുത്തണം. ആത്മാവ് ബലപ്പെടുമ്പോഴാണ് നമ്മുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ നെഗറ്റീവ്സ് എല്ലാം താനെ വിട്ടുപോകുന്നത്. ധ്യാനം ചെയ്ത നെഗറ്റീവ്സ് വിട്ടുപോകില്ല. ധ്യാനം ചെയ്യണ കാലത്തോളം നെഗറ്റീവ്സ് ചുമ്മാ ഇരിക്കും. ധ്യാനം കഴിയുമ്പോൾ പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയാൽ, അതിന് ബലം വന്നാൽ, ഇത് മനസ്സിലാക്കി നെഗറ്റീവ്സ് എല്ലാം താനെ വിട്ടുപോകും. അപ്പോൾ ആത്മാവിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ ഒന്നാണ് എല്ലാ മതങ്ങളെയും നമ്മൾ വിശ്വസിക്കുകയും അതിൽ നിന്ന് സത്യങ്ങളെല്ലാം കണ്ടെത്താൻ അന്വേഷിക്കുകയും ചെയ്യണം. ഇതിൽ നിന്ന് അന്വേഷിക്കും തോറും പല പല കാര്യങ്ങൾ ഗ്രഹിക്കും തോറും നമ്മുടെ ആത്മാവ് വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനമായ ഇഷ്ടം. അപ്പോൾ ഇനി അടുത്ത ഇഷ്ടങ്ങൾ ഞാൻ അടുത്തതിൽ പറയും. ഓക്കെ.